നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവ പോലീസ് അടുത്തിടെ പൊതുജനങ്ങൾക്ക് വ്യാജ ട്രാഫിക് ചെല്ലാൻ സന്ദേശങ്ങളുടെ വർധനവ് കണക്കിലെടുത്ത് മുന്നറിയിപ്പ് നൽകി. വാട്സാപ്പ് വഴിയാണ് തട്ടിപ്പുകാർ ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നത്. പോലീസ് ലോഗോയും ചിത്രങ്ങളും ഉപയോഗിച്ച് വിശ്വസനീയത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഇത്തരം സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അറ്റാച്ച്മെൻറ്റുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യരുതെന്ന് ഉപദേശിക്കുന്നു. ഒരു സോഷ്യൽ മീഡിയ ഉപയോക്താവ് നൽകിയ പരാതിയെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് പുറത്തിറങ്ങിയത്. ചെലാൻ പരിശോധിക്കുന്നതിനായി e-chalan.parivahan.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക. വാഗത്തൂർ ഹെലിപ്പാഡ് ആക്രമണം, 3 പേർ അറസ്റ്റിൽ. വാഗത്തൂർ ഹെലിപ്പാഡിന് സമീപം നടന്ന അതിക്രമത്തെ തുടർന്ന് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ സംഭവത്തിൽ ഒരു സ്ത്രീയെ അസഭ്യം പറഞ്ഞ യുവാവിനെ ചോദ്യം ചെയ്ത സുഹൃത്തുക്കൾക്ക് നേരെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. സംഭവത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും 1.3 ലക്ഷം രൂപയുടെ സ്വർണ്ണമാല കവർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അക്രമികൾ കാറിനും നാശനഷ്ടം വരുത്തി. പരാതിക്കാരൻ നൽകിയ വിവരങ്ങളുടെ സാങ്കേതിക നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ സ്വദേശി എസ് മൗഷീൽ, ഉത്തരാഖണ്ഡ് സ്വദേശി സൗരവ് കൊറങ്ക, മുംബൈ സ്വദേശി ധരം ഉപേത്രി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ വാഗത്തൂറിൽ താമസിക്കുന്നവരാണ്. ഇവരിൽ ഒരാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാന്തോളിം കലങ്കുത്ത് നിവാസികൾക്ക് വാഗ്ദാനം ചെയ്ത് ആധുനിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ഇപ്പോഴും പുരോഗതിയിലാണ്. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഈ 17 കോടി പദ്ധതി 1969 പഴയ കെട്ടിടത്തിന് പകരമായി അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഒരു ഗ്രൗണ്ട് പ്ലസ് 1 നില കെട്ടിടം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ 2025 നവംബർ ആയിട്ടും വെറും 8% മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും 2020 ശിലാസ്ഥാപനം നടത്തിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയും ബ്യൂറോക്രാറ്റിക് കാലതാമസങ്ങളും കാരണം പണി മന്ദഗതിയിലാണ്. 2026 ഓഗസ്റ്റ് മാസത്തോടെ ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള പഴയ കേന്ദ്രം ടൂറിസ്റ്റ് സീസണിൽ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ചീഫ് എഞ്ചിനീയർമാരുടെ വിരമിക്കൽ പ്രായമുയർത്തി. ഗോവ ക്യാബിനറ്റ് PWD, WRD, DDW, GED വകുപ്പുകളിലെ ചീഫ് എഞ്ചിനീയർമാരുടെ വിരമിക്കൽ പ്രായം 60-ൽ നിന്ന് 62 ഉയർത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്താണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ വർധനവ് യോഗ്യതയുള്ള പകരക്കാരൻ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സീനിയർ തസ്തികകളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും വൈദ്യുതി ജലവിതരണ സംവിധാനങ്ങളിലും നേതൃത്വം നിലനിർത്താനാണിത്. പ്രമോഷൻ നിയമങ്ങൾ പാലിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. ഡിസംബർ 13 നടത്താൻ സർക്കാർ പ്രഖ്യാപിച്ച ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് ഗോയൽ ശുപാർശ ചെയ്തു. വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഫെബ്രുവരി 7, 2026 മാത്രമേ പൂർത്തിയാകൂ. പുതുക്കിയ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ അത് മാറ്റിവെക്കേണ്ടി വരുന്നത് അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഔദ്യോഗികമായ വിജ്ഞാപനം ഇതുവരെ ഈ വിഷയത്തിൽ പുറത്തിറങ്ങിയിട്ടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗത്തിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ പല പാർട്ടികളും ഇതിനെ എതിർക്കുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനെതിരെ ശക്തമായ നിലപാട് എടുക്കുകയും ചെയ്തു. ബീച്ച് ടൗട്ടുകൾ ഗോവയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്നു. ഗോവയിലെ ടൂറിസം വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ബീച്ച് ടൗട്ടുകൾ എന്ന് ഷാക്ക് ഉടമകളുടെ സൊസൈറ്റി പ്രസിഡന്റ് ക്രൂസ് കാർദോസോ അഭിപ്രായപ്പെട്ടു. ടൂറിസ്റ്റ് ടാക്സി ഓപ്പറേറ്റർമാരെക്കാൾ അപകടകാരികളാണ് ബീച്ചുകളിൽ കൂട്ടമായി നിന്ന് ഹോട്ടൽ ടൈം ഷെയറുകളും ക്ലബ്ബുകളും വിൽക്കാൻ ശ്രമിക്കുന്ന ഈ ബീച്ച് ടൗട്ടുകൾ. ഇവർ അധികവും ഗോവയ്ക്ക് പുറത്തുനിന്നുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈസൻസുകൾ നൽകുന്നതിൽ ടൂറിസം മന്ത്രി രോഹൻ ഗോണ്ടെ സ്വീകരിച്ച നടപടികളെ അദ്ദേഹം അഭിനന്ദിച്ചു. ദീപാവലിക്ക് മഴ കാരണം ടൂറിസം മോശമായിരുന്നെങ്കിലും ബ്രിട്ടീഷ് റഷ്യൻ ടൂറിസ്റ്റുകളുടെ വരവ് പ്രതീക്ഷ നൽകുന്നു. ദസറ സമയത്ത് മഴ കാരണം ടൂറിസ്റ്റുകൾ ഹോട്ടലുകളിൽ തങ്ങേണ്ടി വന്നെങ്കിലും വിനോദസഞ്ചാര മേഖല മെച്ചപ്പെടുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അരമ്പോളിൽ വിദേശ വനിതകളെ ശല്യപ്പെടുത്തിയവർ പിടിയിൽ. അരമ്പോൾ ബീച്ചിൽ വിദേശ വനിതകളെ ശല്യപ്പെടുത്തിയതിൻ്റെ വീഡിയോ വൈറലായതിനെ തുടർന്ന് 3 കർണാടക സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാർത്തിക് BR, BN സന്തോഷ്,
രവി ബിയൻ എന്നിവരാണ് പിടിയിലായത്. ചിത്രമെടുക്കാൻ നിർബന്ധിക്കുകയും കൈകളിൽ പിടിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്ത ഇവരുടെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ടൂറിസം വകുപ്പും പോലീസും ഈ വിഷയത്തിൽ കർശന നിരീക്ഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാന്ത്രയം പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൈസൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികൾക്കെതിരെ വേഗത്തിൽ നടപടിയെടുക്കുമെന്ന് SP രാഹുൽ ഗുപ്ത അറിയിച്ചു. വാഗത്തൂരിലും സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ടൂറിസം വകുപ്പ് പോലീസുമായി അടിയന്തര യോഗം ചേർന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.